ഹലോ യൂട്യൂബ്, വെൽക്കം ടു അനദർ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് നമ്മുടെ മരട്ടിലുള്ള ബിഗ് വിങ് ഷോറൂമിലാണ്, ടോപ്പ് ലൈൻ ബിഗ് വിങ് ഷോറൂമിലാണ്. അപ്പോൾ ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞാൽ നമുക്ക് ഹോണ്ട ബിഗ് വിങ്ങിലുള്ള എല്ലാ വണ്ടിയും അതിൻ്റെ പ്രൈസും വെച്ചിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണ് സമയം ഒത്തുവന്നേ. നമുക്കിവിടെ എന്തൊക്കെ വണ്ടി അവൈലബിൾ ആണ്, ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ പറയേണ്ട ബിഗ് താങ്ക്സ് ടു ബിഗ് വിങ്. അവരാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് തന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹോർണറ്റ് 2.0 സ്റ്റാർട്ട് ചെയ്യാം. അതാണ് ഉള്ളതിൽ ഏറ്റവും ബേസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഹോർണറ്റ് 2.0 ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഡെലിവറി എടുക്കാം, അല്ലെങ്കിൽ നോർമൽ ഹോണ്ട ഷോറൂമിൽ നമുക്ക് ഡെലിവറി കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. സർവീസ് അവൈലബിൾ ആണ്, നമുക്ക് ഇവിടെ നിന്ന് സർവീസ് ചെയ്യാം. പറഞ്ഞ പോലെ തന്നെ നോർമൽ ഹോണ്ടയിലും പോയിട്ട് സർവീസ് ചെയ്യാം. ഒക്കെ ആക്ച്വലി കോസ്റ്റ് വരുന്നത് 1.85 ലാക്കാണ് ഇപ്പോൾ നിലവിൽ GST കുറഞ്ഞിട്ടുള്ള പ്രൈസ് വരുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ ഇരിക്കുന്ന വണ്ടിയാണ് നമ്മുടെ NX 200. അതിപ്പോൾ ഇവിടെ ഇല്ല. NX 200 നമുക്കറിയാം ഈ ഒരു ADV സ്റ്റൈലിലുള്ള ഒരു മോട്ടോർ സൈക്കിൾ ആയിരുന്നു. പ്രീവിയസ്ലി CB 200X എന്നായിരുന്നു അറിയപ്പെട്ടിട്ടുണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ പേരൊക്കെ മാറ്റിയിട്ട് ഹോണ്ട NX 200 എന്നാണ് വിളിക്കുന്നത്. 1.93 ലാക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഫുൾ പ്രൈസ് ലിസ്റ്റ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ നിന്ന് ഡെലിവറി എടുക്കാം, അല്ലെങ്കിൽ നോർമൽ ഹോണ്ട ഷോറൂമിൽ ഡെലിവറി എടുക്കാവുന്നതാണ്. നമുക്ക് സെയിൽസും സർവീസും ഇവിടെ അവൈലബിൾ ആണ്. ഈ പറഞ്ഞ ഹോർണറ്റിനും NX 200 നമുക്ക് വേറെ വേരിയൻസോ കാര്യങ്ങളൊന്നുമില്ല, ലൈക്ക് ഡിലക്സ് പ്രോ അങ്ങനെയുള്ള വേരിയൻസോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വരുന്നതാണ് നമ്മുടെ CB 350 ലൈനപ്പ്. എൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഫുൾ ഓൺ റോഡ് പ്രൈസും അതിൻ്റെ സ്പെക്കും പിന്നെ വേരിയൻസൊക്കെ വെച്ചിട്ടൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. എന്നാലും ജസ്റ്റ് റെഫറൻസ് വേണ്ടിയിട്ട് അതിൻ്റെ പ്രൈസ് ഞാനിപ്പോൾ സൈഡിലിട്ട് കാണിച്ചു തരാം. അന്ന് പോസ് ആയിട്ടൊന്ന് റെഫർ ചെയ്യുക. പിന്നെയുള്ള വണ്ടിയാണ് നമ്മുടെ CB 300Fൻ്റെ ഫ്ലെക്സ് ഫ്യൂൽ എന്ന് പറഞ്ഞിട്ട് അവർ റീസെൻ്റ് ലോഞ്ച് ചെയ്തായിരുന്നു. നമ്മുടെ എത്തനോൾ E85 കംപ്ലൈൻ്റ് ആയിട്ടുള്ള CB 300F ഒരു ഐ തിങ്ക് കഴിഞ്ഞ ഓട്ടോ ഷോയിൽ എന്തായാലും അവർ അൺവീൽ ചെയ്തായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ ഇവിടെ ഇല്ല. നമുക്ക് അതിന് പ്രൈസ് വന്നുകൊണ്ടിരുന്നത് 1.98 ലാക്കായിരുന്നു ഓൺ റോഡ് പ്രൈസ്. നമ്മുടെ GST കഴിഞ്ഞിട്ട് 1.98 ലാക്കായിരുന്നു ഓൺ റോഡ് പ്രൈസ് വന്നുകൊണ്ടിരുന്നത്. പിന്നെ നമ്മുടെ CB 300R ഒഫീഷ്യലി ഡിസ്കണ്ടിന്യൂ ചെയ്തു. അത് വെബ്സൈറ്റിലോ ന്യൂസായിട്ടൊന്നും കണ്ടില്ല, ബട്ട് ആ ഒരു വണ്ടി ഇപ്പോൾ ഒഫീഷ്യലി ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ വരുന്ന വണ്ടി നമുക്ക് NX 500 വരുന്നുണ്ട്. ഇത് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. ആ ഒരു 500cc ട്വിൻ സിലിണ്ടർ മോട്ടോർ സൈക്കിളാണ്. നമുക്ക് അറൗണ്ട് 40 ഹോഴ്സ് പവർ 45 ഹോഴ്സ് പവർ ഇൻ ബിറ്റ്വീൻ ആണെന്ന് തോന്നുന്നു. പവർ ഫിഗേഴ്സ് ഡീറ്റെയിൽ ആയിട്ടുള്ള താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഇതാണ് ഈ ഒരു വണ്ടി. നമുക്കിത് കൂടാണ്ട് ഇതിൻ്റെ ഒരു ബ്ലാക്ക് കളറും വരുന്നുണ്ട്. ഐ തിങ്ക് വൈറ്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, വൈറ്റും ഉണ്ട്. ഇതാണ് വൈറ്റ്, ഒരു റെഡ്, പിന്നെ ഒരു ബ്ലാക്കും ഉണ്ട്. അപ്പോൾ ഇതിന് ആക്ച്വലി നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 8 ലാക്കാണ്. 8,50,000 ആണ് നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ADV ടൂറർ ഒരു പക്ക ഓഫ് റോഡറൊന്നും അല്ല, കാരണം ഇതിന് യൂസ് ചെയ്യുന്ന ടയർ പ്രൊഫൈൽ എങ്ങനെയാണ്, ഐ തിങ്ക് ഫ്രണ്ട് 19 ബാക്ക് ഐ തിങ്ക് 17 യൂസ് ചെയ്യുന്നത്. സോ ഒരു പ്രോപ്പർ ഒരു ഓഫ് റോഡ് അല്ല, ബട്ട് ഒരു ADV വണ്ടിയാണ്. സ്പെക് വൈസ് വേറെ എന്താ പറയുക, നമുക്ക് ഫ്രണ്ടിൽ ഡ്യുവൽ ഡിസ്ക് ഒക്കെ വരുന്നുണ്ട്, നിസിൻ്റെ കാലിപ്പർ, അപ്സൈഡ് ആൻഡ് ഫോർക്കാണ്, TFT ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ലോങ് ആയിട്ടുള്ള സിംഗിൾ സീറ്റ് വരുന്നുണ്ട്. നമുക്ക് ക്വിക്ക് ഷിഫ്റ്റ് ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഐ തിങ്ക് ക്വിക്ക് ഷിഫ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ അടുത്ത വണ്ടി നമ്മുടെ ലിസ്റ്റിലെ ഹോർണറ്റാണ്. അത് മേളിലിരിക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഹോർണറ്റിൻ്റെ 750 എന്നുകൊണ്ടുള്ള മോഡലാണ്. അതേ ഇരിക്കുന്നു. ഹോർണറ്റ് 750 ഉണ്ട്. നമുക്ക് ആക്ച്വലി ബ്ലാക്ക് കളറും പിന്നെ ഒരു വൈറ്റ് കളറും വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇതാണ് ഒരു ഹോർണറ്റ് 750. ഇതിനും നമ്മുടെ തൊട്ടപ്പുറത്തിരിക്കുന്ന ട്രാൻസാൽപ്പ് ഏറെക്കുറെ സെയിം എഞ്ചിനാണ്. ഐ തിങ്ക് ഈവൻ ഷാസി വരെ സെയിം ആണ്. അതിൻ്റെ റിയർ ഫ്രെയിം കുറച്ച് വ്യത്യാസമുണ്ട്, കുറച്ചും കൂടി സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട്. പ്രൈസ് റേഞ്ചിൽ അടുത്ത വണ്ടി നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഏകദേശം 1165 ഓൺ റോഡ് പ്രൈസും കാറിലൊക്കെ വരുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മുടെ ട്രാൻസാൽപ്പ് അല്ല വരുന്നത്. ട്രാൻസാൽപ്പിൻ്റെയും ഹോർണറ്റിൻ്റെയും ബിറ്റ്വീനായിട്ട് നമുക്ക് CBR വരുന്നുണ്ട്. യെസ്, CBR ആക്ച്വലി നമുക്ക് ഈ ക്ലച്ച് മാത്രമേ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. നോർമൽ അവൈലബിൾ അല്ല. പ്രീവിയസ്ലി നോർമൽ ഉണ്ടായിരുന്നു, ഈ ക്ലച്ച് ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഈ ക്ലച്ച് എന്ന് പറഞ്ഞ മോഡൽ മാത്രമേ ഉള്ളൂ. അതായത് നമുക്ക് ക്ലച്ച് തീരെ യൂസ് ചെയ്യാണ്ട് തന്നെ വണ്ടി ഫുള്ളി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ക്വിക്ക് ഷിഫ്റ്റർ പോലെയല്ല, ക്വിക്ക് ഷിഫ്റ്റർ വ്യത്യാസമുണ്ട്. ക്വിക്ക് ഷിഫ്റ്റർ ആക്ച്വലി നമ്മുടെ ഈ ഒരു പ്രഷർ സെൻസറൊക്കെ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഈ ക്ലച്ച് കംപ്ലീറ്റ് വ്യത്യാസമാണ്. നമുക്ക് ക്ലച്ചിൻ്റെ ഉപയോഗം ഇല്ലാണ്ട് തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം, ഫസ്റ്റിലേക്ക് ഇടാം, ന്യൂട്രലാക്കാം, അങ്ങനെ കംപ്ലീറ്റ് ഒരു ക്ലച്ച് ഇല്ലാത്തൊരു ഓപ്പറേഷനാണ് ഉദ്ദേശിക്കുന്നത്. സോ അത് നമുക്ക് CBR ഉണ്ട്, CB 650R ഉണ്ട്. നമുക്ക് CB 650 വരുന്നത് നെയ്ക്കഡ്, അതിന് വരുന്നത് 13 ലക്ഷമാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. പിന്നെ നമ്മുടെ CBR ഈ ക്ലച്ച് വരുമ്പോഴത്തേക്കും 14 ലക്ഷത്തോളം ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ വരുന്നതാണ് നമ്മുടെ ഒരു ട്രാൻസാൽപ്പ്. ഞാൻ പറഞ്ഞല്ലേ, നമ്മുടെ CBR ഇരിക്കുന്നത് ഇതിൻ്റെ നടുക്കാണ്. പ്രൈസ് വൈസ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ എക്സാക്ട് സെയിം ആണ് എൻജിനും ഫ്രെയിമും ഒക്കെ. ഓഫ് റോഡ് ബയാസ്ഡ് എന്ന് വേണം പറയാൻ, കാരണം സ്പോക്ക് വീൽസ് ആണ്. നമുക്ക് ഇതിന് ഒറ്റ വേരിയൻ്റ് ഉള്ളൂ. ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഏകദേശം 1497 യെസ്, ഏകദേശം 15 ലക്ഷത്തോളം നമുക്ക് ഓൺ റോഡ് പ്രൈസും കാറിലൊക്കെ വരുന്നുണ്ട് ഈ ഒരു മോഡലിന്. പിന്നെ അതിൻ്റെ മുകളിൽ വരുന്നത് XCDV ആണ്. അത് പിന്നിലുണ്ട്, എനിക്ക് കാണിക്കാൻ പറ്റില്ല, കസ്റ്റർ വണ്ടി ആയതുകൊണ്ട് തന്നെ. ഗിയർലെസ് മോട്ടോർ സൈക്കിളാണ്. പേര് കൺഫ്യൂസിങ് ആവരുത്. ഈവൻ ദോ അതും 750 ആണെങ്കിലും എഞ്ചിനായിട്ട് ഒരു ബന്ധമില്ല. ഇത് 755cc ആണ്, അത് 745cc ആണ്. അതൊരു ഗിയർലെസ് മോട്ടോർ സൈക്കിളാണ്. ഒരു ADV പർപ്പസ്, ഡ്യുവൽ പർപ്പസ് ഒരു
ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് വേണം പറയാം. അതിന് ഏകദേശം നമുക്ക് ഓൺ റോഡ് പ്രൈസ് കൊച്ചിയിൽ വരുന്നത് 17,73 ഏകദേശം 18 ലാഖിനടുത്ത് ഓൺ റോഡ് പ്രൈസും കാണാനൊക്കെ അതിന് വരുന്നുണ്ട്. ആക്ച്വലി അത് വൈറ്റും ബ്ലാക്ക് എന്നിങ്ങനെ 2 കളറിൽ അവൈലബിൾ ആണ്. CB 1000 SP എന്ന് പറഞ്ഞുള്ള മോഡലുണ്ട്. എൻ്റെ ഫോട്ടോ ഇവിടെ കാണിച്ചിരുന്നിരിക്കുന്നു. ഈ ഒരു വണ്ടി കണ്ടോ, ഇതാണ് ഹോർനെറ്റ് 1000 SP. CB അല്ല കേട്ടോ, ഹോർനെറ്റ് 1000 SP ആണ്. ഈ ഒരു നമുക്ക് ഇന്ത്യയിൽ SP മാത്രമേ അവൈലബിൾ ഉള്ളൂ. അബ്രോഡ് ഐ തിങ്ക് SPയും നോർമൽ അവൈലബിൾ ആണ്. ഇതാണ് കേട്ടോ XADV. അപ്പോൾ ഇതിന് നമുക്ക് ആക്ച്വലി ഓൺ റോഡ് പ്രൈസ് വരുന്നത് 16,78 യെസ്. XADVയിലും വില കുറവാണ് ഈ ഒരു ഹോർനെറ്റ് 1000 SP എന്ന് പറയുന്നത്. SP വരുമ്പോഴത്തേക്കും നമുക്ക് ബ്രംബോൻ്റെ കാലിപ്പറാവും. ഐ തിങ്ക് ഫോർക്ക് വ്യത്യാസമുണ്ട്. ഐ തിങ്ക് ഷോവേ എന്നാണ് തോന്നുന്നു. പിന്നെ ചെറിയൊരു വ്യത്യാസം അവിടെ ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വണ്ടി ഹോർനെറ്റ് 1000 SP ഒറ്റ കളറിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ ഒരു ബ്ലാക്ക് മാറ്റ് ബ്ലാക്കിൽ ഒരു ഗോൾഡാണ് അപ്സൈഡ് ഡൗൺ ഫോർക്ക്, ആ ഗോൾഡ് റിം. ഇനി 3 മോഡലും കൂടെ ഉണ്ട്. നമുക്ക് റെബൽ 500 എന്ന് പറഞ്ഞൊരു ക്രൂസർ ഉണ്ട്. ബട്ട് ആക്ച്വലി അധികം കാണാത്തൊരു വണ്ടിയാണ്. നമ്മുടെ ഒരു പോർട്ട്ഫോളിയോയിൽ അങ്ങനെ ഒരു വണ്ടിയും കൂടി ഉണ്ട്. ഒരു ക്രൂസർ വണ്ടിയാണ്, ഒരു പവർ ക്രൂസർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിന് ആക്ച്വലി പ്രൈസ് കുറവാണ്. ഞാൻ പറയാൻ വിട്ടുകയാണ്. നമുക്ക് വരുന്നുള്ളൂ. NX 500-ലും 1 ലക്ഷം രൂപ കുറവാണ്. ഏകദേശം 7 ലക്ഷം രൂപയെ അതിന് ഓൺ റോഡ് പ്രൈസിങ് ആളൊക്കെ വരുന്നുള്ളൂ. CBR 1000 RRR SP എന്ന് പറഞ്ഞ വേരിയൻറ്റ്. അതിനകത്ത് ആക്ച്വലി നമുക്ക് 39 ലക്ഷത്തോളം ഓൺ റോഡ് പ്രൈസിങ് ആളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഈ വക വണ്ടിക്കൊക്കെ പ്രൈസ് കൂടിയതാണ്. നമ്മുടെ ഒരു 350cc മേലുള്ള വണ്ടിക്ക് 40% GST നടപ്പത്തേക്കും എല്ലാത്തിനും വില കൂടിയിട്ടുണ്ട്. സോ നമ്മുടെ CBR 1000 RRR SP-ക്കും വില കൂടിയിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ 39 ലക്ഷം ഓൺ റോഡ് പ്രൈസ് ആയിട്ട് കൂടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ലാസ്റ്റ് നമ്മുടെ ഏറ്റവും എന്താ പറയുക പോർട്ട്ഫോളിയോയിലെ ഏറ്റവും എക്സ്പെൻസീവ് വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ ഗോൾഡ് വിങ് ആണ്. ആക്ച്വലി നമുക്ക് ഓൺ റോഡ് പ്രൈസ് ഏകദേശം 54 ലക്ഷം രൂപ വരുന്നുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മുടെ ഹോണ്ട ബിഗ് വിങ്ങിലെ ഒരു പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം വണ്ടീസാണ് നമുക്ക് നിലവിൽ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ ഡിസ്കണ്ടിന്യൂ ചെയ്തത് ഞാൻ പറഞ്ഞു CB 300R ഇപ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ആ ഒരു CB 300F ഇല്ല, ഫ്ലെക്സ് ഫ്യൂല്, അതിൻ്റെ കാര്യത്തിന് ചെറിയൊരു അൺസർട്ടിറ്റി ഉണ്ട്. കാരണം ചിലർ സ്റ്റോക്ക് വരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സോ അതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾ നിയറസ്റ്റ് ബിഗ് വിങ് ഷോറൂം ഉണ്ടോ അല്ലെങ്കിൽ നമ്മുടെ മരത്തിലുള്ള ടോപ്പ് ലൈൻ ബിഗ് വിങ് ഷോറിൽ വന്നിട്ടൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. അവരെ നിങ്ങൾ അസിസ്റ്റ് ചെയ്യും. ഓക്കെ, സോ അതായിരുന്നു ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ച് നിങ്ങളെ ഒരു ബിഗ് വിങ് ഷോറൂമിലുള്ള വണ്ടികളൊന്ന് പരിചയപ്പെടുത്തുക. അതിൻ്റെ പ്രൈസിങ് ആളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. കാരണം ഞാൻ പ്രീവിയസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ പ്രൈസിങ് ആളൊക്കെ വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന്. സോ ഐ തിങ്ക് എല്ലാ വണ്ടി നമ്മൾ കവർ ചെയ്തു എന്നാണ് തോന്നണേ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് വരലുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ